നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി, ശക്തി നൽകി. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാജേഷ് പാസ്റ്ററും പ്രിയാൻ്റി നമ്മുടെ മറ്റേ ഉള്ളതിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായി അല്പസമയം ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഒരു വലിയ കുഴിയിൽ നിന്നും ഈജിപ്റ്റ് ഇങ്ങനെ തുറന്നു വിടുന്ന ഒരു അനുഭവം ദൈവാത്മാവ് എന്നെ കാണിച്ചു. ആരാധിക്കുമ്പോൾ വലിയ ഒരു കുഴിയിൽ നിന്നും ഈജിപ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, തുറന്നു വിട്ട് അതെന്ത് ചെയ്യണം, ആ ഈജിപ്റ്റ് സ്പ്രെഡായി അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികം ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, വർദ്ധിച്ച് വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകുവാനായിട്ടിടയായിട്ട് അതിൻ്റെ മേൽ ഒരു വലിയ വിടുതലും ഒരു സൗഖ്യവും ഒരു അത്ഭുതകരമാകുന്ന പ്രകാശവും ദൈവാത്മാവിൽ നടക്കുവാനായിട്ടിടയായിട്ട് പറഞ്ഞു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ വസിക്കാതെ ദൈവിക പ്രകാശമുള്ളവരായി മാറും. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇരുളിൽ വസിക്കേണ്ട ആവശ്യമില്ല. പ്രകാശമുള്ളവരായി മാറും, വെളിച്ചമുള്ളവരായി മാറും. ദൈവീക പ്രകാശത്തിലേക്ക് അവർ പ്രവേശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈജിപ്തിന്റെ നടുവിൽ ഒരു വലിയ വെളിച്ചമായി നമ്മൾ മാറും. ഈജിപ്തിന്റെ നടുവിൽ ഒരു വലിയ പ്രകാശമായി നമ്മൾ മാറാം. പ്രകാശത്തിന് മാത്രമേ ഇരുളിനെ കീഴടക്കാൻ കഴിയൂ. മറ്റൊരു ശക്തിക്കും ഇരുളിനെ കീഴടക്കാൻ കഴിയില്ല. ദൈവീക ആത്മീക പ്രകാശത്തിന് മാത്രമേ, ദൈവ തേജസ്സിന് മാത്രമേ ഇരുളിനെ കീഴടക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഇരുളിനെ കീഴടക്കുന്ന ഒരു ദൈവശക്തി, ഇരുളിനെ കീഴടക്കുന്ന ഒരു ദൈവിക പ്രകാശനം, ഇരുളിനെ പിടിച്ചടക്കുന്ന സ്തോത്രം ഒരു ദൈവശക്തി നമ്മുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെടുവാനായിട്ടിടയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനെ പിടിച്ചടക്കുന്ന ദൈവശക്തി, ഇതിനെ മാറ്റിക്കളയുന്ന ദൈവ സാന്നിധ്യം, ഇതിന്റെ മേൽ ജയമെടുക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തി വെളിപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് കീഴടക്കാൻ കഴിയുള്ളൂ. ഈജിപ്തിന്റെ മേൽ ഒരു വെളിച്ചം പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇതിലും അന്ധതമസിലും ഇതിന്റെ ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് വചനം വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ മാത്രമേ ഇരുൾ മാറിപ്പോകുകയുള്ളൂ. ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ, ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിങ്കൽ അതാണ് സംഭവിച്ചത്. ഇതിലും മഴ നിഴലിൽ തായ്വരയിൽ വീഴുന്ന ആളുകൾ അവർ വലിയൊരു വെളിച്ചം കണ്ടു, വലിയൊരു പ്രകാശനം കണ്ടു, വലിയൊരു തേജസ് അവർ അനുഭവിക്കപ്പെട്ടു, വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കപ്പെട്ടു. ഈജിപ്ത് നീങ്ങിപ്പോയി, നീങ്ങിപ്പോയി. സ്തോത്രം. അവിടെ ദൈവീക പ്രകാശനം വരുവാനായിട്ടിടയായി. ഈ ദേശത്തിന്റെ ചില അന്ധകാരങ്ങൾ ഈ കുടുംബത്തോടുള്ള ബന്ധത്തിലും വ്യാപരിക്കുന്ന ചില വൈശാചിക ശക്തികൾ ഒന്നിപ്പിക്കുവാൻ കഴിയാതെ ചിതറിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, ചിതറിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുവാൻ കഴിയാത്ത ആ അനുഭവത്തിൽ നിന്നും ദൈവത്തിന്റെ ഒരു വിടുതൽ ശക്തിയോട് വ്യാപരിക്കേണ്ടതിനായി ഇവിടെ വന്നത് ഒരു വിടുതലായി തീരുവാൻ, നമ്മൾ ഇവിടെ വന്നത് കുടുംബത്തിനൊരു വിടുതലായി ജയം നൽകുന്നവനെ, രാജാവേ കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ, അങ്ങയുടെ നാമം വെളിച്ചമായവനെ, ജയം നൽകുന്നവനെ, ഞാനാകുന്നു നീ ചെയ്തവനെ, എന്നോട് കൂടെ ഉണ്ടെന്ന് നീ ചെയ്തവൻ. വായി ബലെ അസൈ ബലെ
ഓ ശകബാരി ബല ശമന വെല്ലേ ബല ഹസ്തേ ബലേ ബല ഹംശമനാരി ബലം ദരവേല ബല നിലബാരി ബലേ ഭഗവാരി ഗദാസിക വേല ബല ആദിവേ വസമേലം ബലേ വിശ്വവി ഖബല അതൽ ബലാരി ബംബല വിശബ്ബലേ വിരബ്ബലേ വൈഖബാരി ബ ഓരി വസമേ ആശ്വാസപ്രദനേ സമാധാനദായകനേ ഹല്ലേലൂയ ഓയ് പാവശബലേ ധൈര്യം നൽകുന്നവനേ ജയം നൽകുന്നവനേ സൈഭാഗ്യമാശിക്കബലേ ശിലബൗരം വസമനം ദേഹം നിലവശമനേ വലവശമനേ ഓ വെളിച്ചമായ പ്രകാശമായവനേ സർക്കാരിക്ഷാ മലക ശിലേദരേ വത്സം വചനം ബലാവിഷകം ഹല്ലേലൂയ സ്തുതി ഹല്ലേലൂയ ദുഷ്ടന്റെ സ്തോത്രം ഒരു വര വരച്ചിട്ട് അതിൽ കാല് വെച്ച് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഒരു ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന മണ്ഡലത്തിലൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വെളിപ്പെടുത്തുകയാണ്. വര വരച്ചിട്ട് അത് ആ വരയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ ഇരുട്ടിന്റെ മണ്ഡലം മൂടി കണ്ണുകളിൽ ഇരുട്ട് മൂടി ഹല്ലേലൂയ സ്തോത്രം അന്ധകാരത്തിന്റെ ആ മണ്ഡലത്തിൽ ആയിരിക്കുന്ന ഒരു മണ്ഡലത്തെ ഒരു അനുഭവത്തെ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ പോരുകളെ അതിന്റെ ശക്തികളെ ഞങ്ങൾ എല്ലാ പൈശാചിക ക്രിയകളെയും എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങൾ ജയമെടുക്കുകയാണ്. പാമ്പുകളെയും തേളുകളെയും സകല ബലത്തിന്മേലും ചവിട്ടുവാൻ അധികാരം ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും ആത്മീക സ്റ്റെപ്പുകളായുള്ള സ്റ്റെപ്പുകളായി ഓ ഞങ്ങളോട് കൂടെ ഞങ്ങളോട് കൂടെ പ്രാർത്ഥന കേട്ടതിനായി നാമത്തിൽ തന്നെ ആമേൻ. വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരും അവളോട് അപകരിക്കുകയും ഇല്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത്. ബഥാനിയിലെ ഒരു ഭവനത്തിലെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വായിക്കുവാനായിട്ട് ഇടയായിട്ട്. ബഥാനിയുടെ ഭവനത്തിൽ മാർത്ത മറിയ താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് യേശുവിൻ്റെ ആ വലിയ സാന്നിധ്യം എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ബഥാനിയിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ, ദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാർത്തയുടെയും മറിയയുടെ ഭവനത്തിൽ വരാതെ എന്ത് ചെയ്യില്ല, പോകത്തില്ല. കാരണം യേശുവിൻ്റെ സ്നേഹിതരാകുന്നത്. ഹല്ലേലൂയ. ലാസറിന്റെ കാര്യം നമുക്കറിയാം. ഒരു സഹോദരൻ അവർക്കുണ്ടായിരുന്നു, ലാസർ. യേശുവിൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. എപ്പോഴും ഇവരുടെ ഭവനത്തിൽ യേശുവിന് എന്തുണ്ട്? സ്ഥാനമുണ്ട്. എപ്പോഴും അവിടെ വരാറുണ്ട്. യേശുവിനെ അവർ ശുശ്രൂഷിക്കാറുണ്ട്. യേശുവിൻ്റെ വചനം അവർ കേൾക്കാറുണ്ട്. യേശുവിനെ അവർക്ക് എന്ത് ചെയ്യും? അവർ ശുശ്രൂഷിക്കുകയും ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൽ ശക്തി പ്രാപിക്കും. യേശു വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണ്? ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര സന്തോഷമാണ്. ദൈവ മനുഷ്യൻ, ദൈവ കർത്താവ് മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ എന്താണ്? സന്തോഷകരമാകുന്ന, ഉല്ലാസകരമാകുന്ന ഒരു അനുഭവമാണ്. അവർക്കറിയാം യേശു വന്നാൽ ചില ദൈവപ്രവർത്തികൾ എന്ത് ചെയ്യും? നടക്കും. യേശു വന്നാൽ ചില അടയാളങ്ങൾ നടക്കും. യേശു വന്നാൽ വചനം, സ്വർഗീയ വചനങ്ങൾ, നിത്യജീവന്റെ വചനങ്ങൾ കേൾക്കുവാനിടയായിത്തീരും. യേശു വന്നാൽ ആത്മീക അനുഭവത്തിലേക്ക് അവർക്ക് മുന്നേറുവാൻ കഴിയും. അവിടെ വിശ്വാസം വർദ്ധിക്കും. ഇവിടെയും യേശു വന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്. ഇവിടെ വായിച്ച വാക്യത്തിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു,
അതാരും അവളിൽ നിന്നും അപഹരിക്കുകയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. ആരും മോഷ്ടിക്കാത്ത, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യം അവൾ എന്ത് ചെയ്തു? അവൾ അനുഭവിച്ചു. ഇല്ലേ? അവൾ തിരഞ്ഞെടുത്തു, അവൾ അനുഭവിച്ചു, അത് അവൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അവളുടെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്തു? ഉറപ്പായിട്ട് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താ ഈ നല്ല അംശം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? നല്ല അംശം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേൾക്കുവാൻ ഹല്ലേലൂയ അവൾ അത് തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ രക്ഷ അവൾ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്തുവാനായിട്ട് എന്ത് ചെയ്തു? ഇല്ലേ? ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ. ഹല്ലേലൂയ. ഇല്ലേ? മാതാപിതാക്കൾ തമ്മിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, കർത്താവുമായിട്ടുള്ള നമ്മുടെ സംസാരം, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നമ്മുടെ ഇടപെടൽ, ആ കമ്മ്യൂണിക്കേഷൻ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ഇവിടെ മറിയ യേശുവുമായിട്ട് വലിയ എന്തുണ്ട്? യേശുവിൽ നിന്ന് കേൾക്കുക, യേശുവിൽ നിന്ന് അനുഭവിക്കുക. ഈ ഒരു അനുഭവം, ഈ ഒരു അംശം അവൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. യേശുവിനോട് സംസാരിക്കാൻ മറിയക്ക് ഭയങ്കര എന്താണ്? ഇഷ്ടം. മാർത്തിക്ക് നേരെ ഓപ്പോസിറ്റും. യേശുവിനോട് സംസാരിക്കാൻ എന്തില്ല, അവള് ഇങ്ങനെ എന്ത് ചെയ്തു? സമയം കിട്ടും ഇല്ല. സമയം കിട്ടുമില്ല. യേശുവിനെ എങ്ങനെയെങ്കിലും വെച്ചു കൊടുത്ത്, ആഹാരമൊക്കെ വെച്ചു കൊടുത്ത് അങ്ങനെ ശുശ്രൂഷിക്കാൻ അവർക്ക് താല്പര്യം കൂടുതൽ. ഏറ്റവും കൂടുതൽ താല്പര്യം അതാണ്. അടുക്കളയിലൊക്കെ കയറി എന്ത് ചെയ്യുക? നന്നായിട്ട് അധ്വാനിച്ച് യേശുവിനെ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ മാർത്തയുടെ ചിന്ത നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യാം? മറിയയുടെ ചിന്ത നിത്യജീവന് വേണ്ടി കരുതുക. അതിന് യേശുവുമായിട്ടുള്ള അടുപ്പവും ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. സ്തോത്രം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ ഭവനത്തിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം എന്ത് ചെയ്യും? ഉണ്ടാവും. ആശയവിനിമയം അത് നല്ല രീതിയിൽ വിജയകരമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മക്കളും മാതാപിതാക്കളും തമ്മിലാണെങ്കിലും ഇത് പ്രധാനപ്പെട്ടതാണ്. അല്ലെ? എന്നാൽ നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ എന്ത് ചെയ്യും? മാറും. തെറ്റായുള്ള മനോഭാവങ്ങൾ മാറും. ഇല്ലേ? തീർച്ചയായിട്ടും ചില തെറ്റിദ്ധാരണകൾ മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചില തെറ്റിദ്ധാരണകളൊക്കെ അകത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര എന്ത് ചെയ്യും? അത് ഇരുന്ന് അത് പിന്നെ ദേഷ്യമായി, അത് പിന്നെ വിദ്വേഷമായി, അത് പിന്നെ വൈരാഗ്യമായി, അത് പിന്നെ എന്ത് ചെയ്യും? കോപമായി, അത് പിന്നെ പ്രശ്നമായി, അത് പിന്നെ കലക്കമായി. എന്ത് ചെയ്യും? തുടക്കമെല്ലാം എന്തുവാണ്? ആശയവിനിമയത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ പ്രശ്നമായി, തുടക്കമായി, അതെന്ത് ചെയ്യും? അതിങ്ങനെ ദേഷ്യമായി, വൈരാഗ്യമായി, വെറുപ്പായി, കലഹമായി, അത് പിന്നെ എന്ത് ചെയ്യും? ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ചെറിയ ചെറിയ വിഷയങ്ങളെ വരുമ്പോൾ തന്നെ അതിന് സംസാരിച്ച് പരിഹരിച്ച് പോവുകയാണെങ്കിൽ പിന്നെ എന്തില്ല പ്രശ്നമില്ല. അല്ലെങ്കിൽ ചെറുത് ഒന്ന് പരിഹരിക്കാതിരിക്കുന്നു, പിന്നെ അടുത്ത പ്രശ്നം വരുന്നു, അതും പരിഹരിക്കാതിരിക്കുന്നു, പിന്നെ അടുത്ത പ്രശ്നം വരുന്നു. ഇതെല്ലാം കൂടെ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒരു ദിവസം അതെല്ലാം കൂടെ എന്ത് ചെയ്യും? ഒട്ടും. പിന്നെ ആർക്ക് കാല് പിടിച്ചാലും നിക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ എന്ത് ചെയ്തില്ല? നടക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു തലത്തിൽ
പിശാച് പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ അതിന്റെ മേൽ വളരെ വലിയ ജയമെടുക്കുവാനായിട്ടിടയായി. വളരെ ദൈവ സാന്നിധ്യം അതിന്റെ മേൽ വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോണം, പരിഹരിച്ചോണം. ആശയവിനിമയത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോണം, അല്ലെ ക്രമീകരിച്ചോണം. ആ ബന്ധത്തിൽ ഉറയ്ക്കുവാനായിട്ടിടയായി തീർന്നോണം, ആത്മാവിൽ ബലപ്പെടുവാനായിട്ടിടയായി തീർന്നോണം. ഹല്ലേലൂയ. അതിന്റെ മുകളിലെടുക്കുന്നത് ആ ഭാഗം തൊട്ടൊന്ന് വായിക്കാമോ? അതിന്റെ 36 മുതൽ. പിന്നെ 38 അല്ലേ? 38 മുതൽ. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. അവനെ വീട്ടിൽ കൈക്കൊണ്ടതാരാണ്? മാർത്ത. അവൾക്ക് മറിയ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. അപ്പൊ കൈക്കൊണ്ടതാരാ? മാർത്ത. ഇരുന്നതാരാ? മറിയ. അപ്പൊ ശ്രദ്ധിക്കണം, കൈക്കൊണ്ടത് മാർത്തയാണ്. മാർത്തയുടെ ഒരു സ്വഭാവം ഉണ്ട്, ഭയങ്കര അതിഥി സൽക്കാര പ്രിയ ഉള്ള ആളാണ്. അത് മാർത്ത ഭയങ്കര എന്താണ്? അതിഥി സൽക്കാരം. കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യും? വെച്ച് കൊടുക്കുന്ന അതിഥി സൽക്കാരമുള്ള നല്ലൊരു സ്ത്രീയാണ് ആര്? മാർത്ത. മാർത്ത കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൾ എന്താണ്? അവളെ സ്വീകരിച്ചു. അവളെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. അവളെ അവനെ യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അടുക്കളയിലേക്ക് അങ്ങ് എന്ത് ചെയ്തു? പോയി. പക്ഷേ മറിയ എന്ത് ചെയ്തു? അവന്റെ കാൽക്കലിരുന്നു. മറിയ അവന്റെ കാൽക്കലിരുന്നു. ഇത് പകൽ ദൈവത്തിന്റെ കാൽക്കൽ നാം ഇരിക്കാൻ തയ്യാറായ. ഹല്ലേലൂയ, സ്തോത്രം. മറിയയുടെ ചിന്ത ദൈവത്തിന്റെ വായിൽ നിന്നും ചില അതിശയകരമായ എനിക്ക് നിത്യജീവന് പ്രയോജനമാകുന്ന ചിലതെനിക്ക് പ്രാപിക്കണം. മാർത്തയുടെ ചിന്ത യേശുവിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അങ്ങ് സൽക്കരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടും ചിന്തകടല്ലാണ്. പക്ഷേ ഏറ്റവും പ്രയോജനമുള്ളതും നിലനിൽക്കുന്നതും ഹല്ലേലൂയ, സ്തോത്രം, എന്നേക്കും പ്രയോജനമുള്ളതും കാൽക്കൽ ഇതിന്റെ ദൈവവചനം പ്രാപിക്കുന്നതാണ്. ഭക്ഷണത്തെക്കാൾ അധികമായി ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാനിടയായി തീർന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പാദമെടുത്ത് നാം ഇരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ചില വിടുതലുകൾ നമുക്ക് അനുഭവിക്കുവാനായിട്ടിടയായി തീരാം. ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം സ്ഥാപിച്ച് ദൈവവുമായിട്ട് ആശയവിനിമയം സ്ഥാപിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ മുന്നേറുവാൻ നമ്മൾ തയ്യാറായ ആത്മാവിന്റെ ശക്തി നമ്മൾ അനുഭവിക്കുവാനായിട്ട് ശ്രദ്ധിച്ചോണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൾ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റ് പറയാൻ പറ്റത്തില്ല. വീട്ടിൽ വന്ന ഒരാളെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, സൽക്കരിക്കണം. തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവളെക്കാൾ യേശുവിന് പ്രാധാന്യം ഭക്ഷണത്തിന്റെ കാര്യമൊന്നും അല്ല. യേശുവിന്റെ പ്രാധാന്യം ഭക്ഷണമല്ല. യേശുവിന്റെ പ്രാധാന്യം കാൽക്കലിരുന്ന്. യേശു എപ്പോഴും അവിടെ എന്ത് ചെയ്തില്ല? വരില്ല. യേശു എപ്പോഴും അവിടെ. യേശു വന്നതിന് ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഉണ്ട് താനും. അല്പസമയമേ യേശു അവിടെ എന്ത് ചെയ്യുള്ളൂ? തങ്ങത്തുള്ളൂ. ഈ അല്പസമയം യേശുവിന്റെ അടുക്കൽ വന്നിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, അല്പസമയം യേശു എഴുതുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് യേശു നമുക്കറിയാം തിരക്കോടത്താണ്. രാവിലെ മുഴുവനും തനിക്ക് എന്താണ്? ശുശ്രൂഷയാണ്. രാത്രി മുഴുവനും താൻ എന്ത് ചെയ്യാണ്? പ്രാർത്ഥനയിലാണ്. അത് രാവിലെ പിന്നെ എന്ത് ചെയ്യാണ്? ശുശ്രൂഷയാണ്. അതുകൊണ്ട് അവിടെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാൻ അവിടെ എന്തില്ല? ഇല്ല. പെട്ടെന്ന് വരിക, ഇരിക്കുക, തന്റെ ഉദ്ദേശം നിറവേറ്റുക, പോവുക. അപ്പൊ അല്പസമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ മാർത്ത ആ സമയത്ത് യേശുവിന്റെ കാൽക്കൽ ഉണ്ടാകണമെന്നുള്ളത് യേശുവിന്റെ ആഗ്രഹമായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ഹല്ലേലൂയ. ഇത് പകൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആ ഹിതം ഒന്ന് അറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ചിലത് നമുക്ക് പ്രാപിക്കുവാനായിട്ട്
ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഇരിക്കുവാനിടയായി തീർന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുക. നമ്മുടെ മാനസികമാകുന്ന ചില പ്രവൃത്തികളാലും മാനസികമാകുന്ന ചില ചിന്തകളാലും നമ്മൾ കുഴങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. Praise the Lord. Hallelujah. കുഴങ്ങിപ്പോകരുത്. അവിടെ മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നു. അടുത്ത വായിക്കാമോ? കാൽക്കൽ ഇരുന്നു. അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ കുഴഞ്ഞിട്ട് അടുക്കൽ വന്ന് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇപ്പൊ കുറ്റവായുടെ മേലായി. അവള് ചിന്തിച്ച എന്താണ്? അവള് ചിന്തിച്ച എന്താണ്? വാർത്ത ചിന്തിച്ച എന്താ? നീ വചനമൊക്കെ പിന്നെ പറയാം, നീ പോയി വാർത്ത എന്ത് ചെയ്യും? അതല്ലേ എന്റെ ആശയം അല്ലേ? നിനക്ക് യേശു നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞാ വചനം പിന്നെ പറഞ്ഞാൽ മതി. മറിയ വന്ന് എന്നെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. ഞാൻ തനിച്ച് ശുശ്രൂഷിയാൽ എന്ത് ചെയ്യാണ്? മനസ്സിലായി ഞാൻ പറഞ്ഞേ? തനിച്ച് ഭാരം ചുമക്കാൻ തുടങ്ങിയാൽ വളരെ കുഴഞ്ഞു പോകും. വളരെ എന്ത് ചെയ്യും? വളരെ കുഴയുന്നു. വളരെ പ്രശ്നമാവും. ഒരാള് നമ്മെ ഹെൽപ്പ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും ഇല്ലേ? വളരെ കുഴഞ്ഞു പോകും, വളരെ തളർന്നു പോകും, വളരെ പ്രശ്നമാവും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാർത്തേനെ. ഹാലലി ഒറ്റയ്ക്ക് ഭാരം ചുമക്കുമ്പോൾ അതിന്റെ ഭാരത്തിന്റെ കഠിനം എന്തായിരിക്കും? വലിയതായിരിക്കും. ഒരാളും കൂടെ ഒന്ന് താങ്ങാനുണ്ടെങ്കിൽ അതിന്റെ ഭാരം എന്തായിരിക്കും? ലഘുവായിട്ട് മാറും, ലഘുവായിട്ട് മാറും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇതിനു വേണ്ടി തന്നെയാ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടി തന്നെയൊക്കെ ആണോ? ആണോ? ഭാര്യ ഭർത്താവ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെയാ. ഭാരം വർദ്ധിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യാൻ? ഒന്ന് താങ്ങായിട്ട്, ഒരു തണലായിട്ട്, ഒരു ആശ്വാസമായിട്ട്, ഒരു ബലമായിട്ട്. സ്തോത്രം. ഇവ ശുശ്രൂഷയാൽ കുഴഞ്ഞുപോയി. ഉള്ള മനസ്സ് വല്ലാതെ എന്ത് ചെയ്തു? കുഴഞ്ഞുപോയി, വല്ലാതെ ആജപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്തോത്രം. അവളോട് ആരും പറഞ്ഞില്ല അത് ചെയ്യണമെന്ന്. യേശു ആവശ്യപ്പെട്ടില്ല. പക്ഷെ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൾ വചനം കേട്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്ത് ചെയ്തന്നെ? അവളുടെ ഭാരമെല്ലാം എന്ത് ചെയ്തന്നെ? മാറിപ്പോയേനെ. ഹല്ലേലൂയ. അവളുടെ നിരാശ എല്ലാം മാറിപ്പോയേനെ. യേശുവിന്റെ പ്രധാന അതാ യേശു പറഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അപ്പം അല്ല യേശുവിന്റെ വിഷയം. അപ്പം അല്ല യേശുവിന്റെ വിഷയം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന അക്ഷരം കൊണ്ടും മനുഷ്യപുത്രൻ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പമല്ല യേശുവിന്റെ വിഷയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന നിത്യജീവന്റെ വചനങ്ങൾ അത് പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത്. അപ്പം രണ്ടാമത്തെ വിഷയമാണ്. ഹല്ലേലൂയ. അത് വേണ്ടെന്നല്ല, അതും പ്രധാനമാണ്. അത് വേണ്ടെന്നല്ല, എന്താണ്? അതും പ്രധാനമാണ്. പക്ഷേ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് അല്ലേ? യേശു ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ദിവസങ്ങളായി യേശുവിന്റെ അടുക്കൽ എന്ത് ചെയ്യണം? അപ്പൊ ഈ ജനത്തിന് എന്തില്ല? മരുഭൂമിയില്ല. ഇവർക്ക് അപ്പം എന്തില്ല? ഇവർക്കില്ല, അപ്പമില്ല. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ ഇവരെ പറഞ്ഞു വിടണം, ഇവര് അടുത്തുള്ള പട്ടണങ്ങളിൽ പോയി എന്ത് ചെയ്യട്ടെ? ആഹാരം കഴിച്ച് മടങ്ങി വരാനുള്ള അത്രയെങ്കിലും സമയം എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അങ്ങനല്ലേ പറഞ്ഞു? നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവര് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ കയ്യിൽ അതിനെന്തില്ല? വകുപ്പില്ല, പൈസയില്ല, പണമില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യേശു എന്ത് ചെയ്തു? അവർ അങ്ങനെ പറഞ്ഞു. അപ്പൊ യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്? അവൻ പറഞ്ഞു, 5 അപ്പവും 2 മീനും എന്തുണ്ട്? ഉണ്ട്. എന്നാ അതിങ്ങി യേശു അതും കൊടുത്തു കേട്ടോ. യേശു അതും കൊടുത്ത്. ഹല്ലേലൂയ. ഇത് പകൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. അപ്പവും ഒരു വിഷയമാണ്, ആഹാരവും ഒരു വിഷയമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ വിഷയം എന്താണ്?
ദൈവത്തിന്റെ പാദപീഠത്തിൽ കാൽക്കലിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ നിരാശകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ ദൈവത്തിന്റെ കാൽക്കൽ ചെന്ന് ആരുടെ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വചനം സ്വീകരിച്ചാൽ അല്ല നമ്മുടെ പ്രയാസങ്ങൾ മാറി, നമ്മുടെ ദുഃഖങ്ങൾ മാറി, നമ്മെ ബലപ്പെടുത്തുവാനായിട്ടിടയായി. പരസ്പരം താങ്ങ് കൊടുക്കേണ്ടവർ അത് കൊടുക്കാതിരുന്നാൽ വല്ലാതെ കുഴഞ്ഞു പോകും, വല്ലാതെ തളർന്നു പോകും, വല്ലാതെ ബന്ധപ്പെട്ടു പോകും, തകർന്ന് ഹല്ലേലൂയ സ്തോത്രം അവൻ നിരാശയുടെ കുഴിയിലേക്ക് വീഴുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, താങ്ങ് കൊടുക്കേണ്ടവർക്ക് ഒരു താങ്ങൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. നല്ലതാണ് ഇല്ലേ? നല്ലതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു താങ്ങ് കൊടുക്കേണ്ടത്, ഒരു ആശ്വാസം. ചിലപ്പോൾ ഒറ്റ വാക്ക് മതി അവർക്ക് എന്തായിരിക്കും? ആശ്വാസമായി. ആശ്വാസം. ഒരു വാക്ക് ഒരു ആശ്വാസമാണ്. എനിക്കറിയാം, പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജിജിമാമ നമ്മുടെ ഇവിടെ ഉണ്ട്. ജിജിമാരുടെ മകൻ ഇച്ചിരി എന്താണ് കേൾക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ ജോലി വിട്ട് മകനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മ ഇവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷെ മകനും സ്നേഹം കൊടുക്കാൻ വേണ്ടി, മകനൊരു സപ്പോർട്ടായി നിൽക്കാൻ വേണ്ടി മകനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയാണെന്ന് ഉള്ള ചിന്ത തോന്നൽ ഒരിക്കലും വരാൻ. എന്നോട് ചേർന്ന് ആരുണ്ട്? എൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് തന്നെ എന്ത് ചെയ്യും? മൊത്തം മാറ്റിമറിക്കും. അവൻ്റെ ഭാവിയെ തന്നെ മാറ്റും. അവൻ്റെ മെന്റലി അവന് ഭയങ്കര എന്തായും അല്ല വിടുതലായിട്ട് മാറും. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് ആ ഒരു സപ്പോർട്ട് അല്ലേ? പ്രാർത്ഥനയ്ക്കായി അപ്പുറമായിട്ടാണ് ആ സപ്പോർട്ട്. എനിക്ക് എന്തുണ്ട്? എൻ്റെ അമ്മയുണ്ട്, എനിക്ക് എൻ്റെ അപ്പയുണ്ട്, എനിക്ക് എൻ്റെ സ്നേഹിതനുണ്ട്. എനിക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും, ഹല്ലേലൂയ, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ ഒരു കെയറിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒത്തിരി ഭാരമായിരിക്കും, ഒത്തിരി ഭാരമായിരിക്കും, ഒത്തിരി നിരാശയായിരിക്കും, ഒത്തിരി വേദന. വേറെ ഒന്നും കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, നടക്കത്തില്ല. ഒന്നും കൊടുത്താൽ നടക്കത്തില്ല. നമ്മൾ തിരിച്ചറിയണം, അവൾ എന്ത് ചെയ്തു? അത് വളരെ കുഴങ്ങിയിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യേശുവേ, ശുശ്രൂഷയാൽ എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അടുത്ത വാക്യം, അവളോടൊന്ന് പറ. അതല്ലേ ഉദ്ദേശിച്ചേ? അവളോടൊന്ന് പറ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ, എന്നെ ഒന്ന് സഹായിക്ക. അവളോടൊന്ന് പറയണേ. അവള് ചിന്തിച്ചത് ഇപ്പൊ ഈ പറയുന്നേ അങ്ങ് പറഞ്ഞ് വിടുമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ അവിടെ പറഞ്ഞെന്താ? അവളോട് പലതിനെ ചൊല്ലി. ഇതാ പ്രശ്നം. ആരും ഹെൽപ്പില്ലെങ്കിൽ പലതിനെ ചൊല്ലി എന്ത് ചെയ്യും? വിചാരപ്പെടും. മനം തകർന്നു. പകൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം തകർന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. ഹല്ലേലൂയ. ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ, ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, ദൈവമായിട്ട് പ്രാർത്ഥനയിലൂടെ ബന്ധപ്പെടുവാൻ, ദൈവമായിട്ട് ആത്മാവിലൊന്ന് അടുത്തു വരുവാൻ, യേശുവിന്റെ സാമീപ്യം അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും മനം തകരുകയില്ല. ഒരിക്കലും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നീ പലതിനെ ചൊല്ലി അവർ കുഴങ്ങി, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനം തകർന്നു. ഒരു വ്യക്തിയുടെ മനസ്സ് തകർന്ന പിന്നെ ഒരു പ്രതീക്ഷയില്ല. ഉണ്ടോ? ഉണ്ടോ? ഒരു വ്യക്തിയുടെ മനസ്സ് തകർന്ന ആ മനസ്സൊരു ബാലൻസ് ആകട്ടെ. ബാലൻസ് ആ മനസ്സെന്നോ? എന്തോ മനസ്സ്? എവിടെ ഇരിക്കുന്ന മനസ്സ്? മനസ്സ് അവയവമൊന്നും അല്ല. തലച്ചോറ് ഇവിടെ ഇരിക്കുന്നു, ഹാർട്ട് ഇവിടെ ഇരിക്കുന്നു, പിന്നെന്താണ് കിഡ്നി ഇവിടെ ഇരിക്കുന്നു, ലിവർ. ഇതുപോലെ ഒന്നും പറയാൻ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് പറയാൻ സ്ഥലമില്ല. മനസ്സുണ്ടോ? മനസ്സുണ്ട്. പക്ഷെ എവിടാന്ന് പറയാൻ സ്ഥലമില്ല. എവിടാന്ന് പറയാൻ സ്ഥലമില്ല. മനസ്സില്ലയോ? സ്ഥലമില്ലയോ? എവിടാന്ന് പറയാൻ മനസ്സില്ലല്ലേ? എവിടാന്ന് പറയാൻ പറ്റത്തില്ല.
എടാ ഈ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് ഡോക്ടർമാരെല്ലാം റിസർച്ച് ചെയ്തോടെ എവിടെ ഈ മനസ്സ് അവർക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മനുഷ്യന്റെ മനസ്സ് അവിടെ ഇരിക്കുന്നതെന്ന്. മനസ്സുണ്ടോന്ന് ചോദിച്ചാൽ മനസ്സ് ഉണ്ട്, പക്ഷെ അത് എവിടെ ഇരിക്കണെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ വൈദ്യശാസ്ത്രം എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല മനുഷ്യന്റെ മനസ്സ് എവിടാണ്. ഇല്ലേ? നമ്മളൊക്കെ പറഞ്ഞ എനിക്ക് അതിപ്പോ ചെയ്യാൻ മനസ്സ് ഇല്ല. ഇവിടെ മനസ്സ് എന്ത് ചെയ്തു? തകർന്നു. മനസ്സ് തകർന്നു. എന്ത് ചെയ്യുന്നവൻ അവർക്ക് എന്ത് കിട്ടില്ല, ഹല്ലേലൂയ. വിചാരപ്പെട്ട് മനം തകർന്നിരിക്കുന്നവർ ഇത് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കാൻ, ദൈവത്തിന്റെ കാൽക്കലിരിക്കാൻ, മനസ്സിനെ ചികിത്സിക്കാൻ, ഹൃദയത്തിന്റെ ഭാരം മാറ്റുവാൻ, വേദനകൾ മാറ്റുവാൻ, പരിഹാസം മാറ്റുവാൻ, ദൈവത്തിന്റെ അംശം തിരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആശ്രയമില്ലാതിരിക്കുമ്പോ നമ്മുടെ മനസ്സ് ചിലപ്പോൾ കുരങ്ങി, നമ്മുടെ മനസ്സ് ചിലപ്പോൾ വിചാരപ്പെടുന്നു, പലതിനെ ചൊല്ലി നിരാശപ്പെടുന്ന, പലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ ആത്മശക്തമായി പറയുന്നു, നിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വസിക്കും, തേജസ് ഇറങ്ങി വസിക്കും, വ്യാപരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. മറിയ എന്താ അങ്ങനെ ഭാരപ്പെടാഞ്ഞേ? മറിയ എന്താ ഭാരപ്പെടാഞ്ഞേ? അവൾക്കൊരു പ്രശ്നമില്ല, അവളുടെ മനസ്സ് ഉറച്ചതാണ്, അവളുടെ മനസ്സ് കുഴങ്ങി പോയില്ല, അവളുടെ മനസ്സ് വിചാരപ്പെട്ടില്ല, അവളുടെ മനം കലങ്ങിയില്ല. അല്ല ഒത്തിരി സ്വാമിയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷെ എങ്കിലും അവളുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പും ദൃഢനിശ്ചയവും ഉണ്ടായിരുന്നു. കാരണം എന്താ? അവർക്ക് ദൈവത്തോട് കൂടെ വസിക്കാൻ കാൽക്കലിരുന്ന് ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ദൈവത്തിന്റെ കാൽക്കലിരുന്ന് പ്രാപിക്കുന്നവരുടെ മനസ്സ് കുഴഞ്ഞു പോകുകയില്ല, വിചാരപ്പെട്ടു പോകുകയില്ല, അവരുടെ മനസ്സ് കലങ്ങി പോകുകയില്ല. കാരണം ദൈവത്തിൽ ശക്തി അവൾ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ അവൾ സഞ്ചരിച്ചു, തകർന്നു പോകില്ല. ഈ ലോകത്തിലെ ചിന്തയല്ല അവൾക്കുള്ളത്, വരുവാനുള്ള ലോകത്തിലെ ചിന്തയാണ് അവൾക്കുള്ളത്. ഇന്ന് പറ മകൾ, മനം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അടുക്കൽ വരികയാണ്, ഭവനത്തിൽ വരികയാണ്, കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പറയുന്നത് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യല്ലേ? കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പി, എന്റെ പിതാവിലും വിശ്വസിപ്പി. തകർന്ന എപ്പോഴും പറഞ്ഞതാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയം അത് എന്ത് ചെയ്തത്? ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഉയർത്തെഴുന്നേറ്റ ആ സമയത്തിൽ തകർന്നു പോയി ശിഷ്യന്മാർ, മാനസികമായി തകർന്നു. യേശു അവരെ വിട്ടെന്തിക്കുകയാണ്, പോകാൻ പോവുകയാണ്. അല്ല യേശുവിന്റെ ക്രൂശീകരണം, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിപ്പ്, അവരുടെ ഗുരുവിന് ഒരു കാര്യം സംഭവിക്കുമ്പോൾ, അവരുടെ ഇടയന് ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുവെച്ചാൽ യേശുവിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നത് അല്ലേ? യേശുവിന്റെ വാക്കുകൾ കേട്ട്, യേശുവിൽ നിന്നും ഉപദേശങ്ങൾ കേട്ട്, യേശുവിന്റെ തിരുവചനങ്ങൾ കേട്ട്, യേശുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ ഇടയനില്ലാതെ ഇതിനെ എന്ത് ചെയ്യും? ഇടയനില്ലാതെ ഇതിനാൽ വലിയ പ്രതിസന്ധികളാണ്. ഇവർ അങ്ങനെ കുഴഞ്ഞു വല്ലാതെ ഇവരുടെ മനസ്സെന്ത് ചെയ്തു, കലങ്ങിയിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പി, എന്റെ പിതാവിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർത്തുകൊള്ളൂ. നമ്മെ അത്രയ്ക്ക് കരുതലാണ് ദൈവത്തിന്. മനസ്സ് കലങ്ങുവാൻ, മനസ്സ് തകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മനം കലങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ
ഹൃദയം കലങ്ങിപ്പോകരുത്. ഉറച്ച വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരുന്നു ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് തകരേണ്ട ആവശ്യമില്ല. സ്തോത്രം. എന്ത് വന്നോട്ടെ, പ്രതിസന്ധികൾ എന്തും വന്നോട്ടെ, പ്രതികൂലങ്ങൾ എന്തും വന്നോട്ടെ, സാമ്പത്തിക വിഷയങ്ങൾ വന്നുകൊള്ളട്ടെ, ഏത് പ്രതികൂലങ്ങൾ വന്നുകൊള്ളട്ടെ, ദൈവത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു ദൈവദാസന്, ഉറച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ആവശ്യമില്ല. സംബലബാരി ഖമനം ജിബാരി ബലംബലവാ ശിബാരി ബംബലേ ഓരിലേ വലാവിദാ ബിലാശലാ ബലംബലാ ബിലാശബ അദബേ അബനേ അബേ അബിലാംബേ അബിലബനേ മാലേ ബലവേ ഓ വിശ്വസനേ വൈഭാവംബേ വാഫലവാ ശബലംബലവാ അവലാജിമനം ബലവേ സൈബൽ ബേരി ഖംസബരേ ജയം ജയം നൽകുന്നവനേ സഖമാശ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ എന്ത് ചെയ്യണം? ശക്തമായി വെളിപ്പെട്ടു വരണം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ. അടുത്ത വാക്യം എന്താ വായിച്ചത്? ഹല്ലേലൂയ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളോട് അപഹരിക്കുകയില്ല. അടുത്തത് കഴിഞ്ഞു. അതാരും അവളോട് 42 വാക്യം ഒന്നുകൂടെ. അല്പമേ വേണ്ടു, ഒന്ന് മതി. നല്ല അംശം എന്ത് ചെയ്തു? അല്പമേ വേണ്ടു, ഒന്ന് മതി. മറിയ നല്ല അംശം. നമ്മുടെ ആത്മീക വളർച്ച, നമ്മുടെ ആത്മീക ഉന്നമനത്തിന് ആളുടെ ദൈവ സാന്നിധ്യം ആവശ്യമാണ്. ദൈവ സാന്നിധ്യം ആവശ്യമാണ്. നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവ സാന്നിധ്യം ആവശ്യമാണ്. ഇത് പകൽ നമുക്കത് പ്രാപിക്കാൻ കഴിയുമെങ്കിൽ, ആ ദൈവപാദപീഠത്തിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ, ആ ഒരു ആത്മീക വളർച്ചയുടെ ഉന്നതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനായിട്ട്. 43 ചെയ്യാം. 43 എടുക്കാം. 43:1. ഇപ്പോഴോ യാക്കോബേ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവം. നമ്മെ അറിയുന്ന ഒരു ദൈവം. അവിടുത്തെ പോയിന്റ് അതാണ്, അവിടുത്തെ സബ്ജക്ട് അതാണ്. നമ്മെ അറിയുന്ന ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ശക്തമായി പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഏറ്റവും അടുത്തറിയുന്ന ഒരു കർത്താവ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ല, പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ ആ പേരെന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. എല്ലാവരുടെയും പേര് ചൊല്ലി വിളിക്കാൻ നമുക്ക് എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. എത്രയോ നൂറുകണക്കിന് ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും കാണുകയാണ്. നമുക്ക് എല്ലാവരുടെയും പേര് ഓർക്കത്തുമില്ല, അറിയത്തുമില്ല. പക്ഷെ പേര് ചൊല്ലി കർത്താവ് വിളിക്കണമെങ്കിൽ നമ്മെ ദൈവം അടുത്തറിഞ്ഞിരിക്കണം. അടുത്തറിഞ്ഞിരിക്കണം. നമ്മൾ തിരിച്ചറിയൂ, ആണ് നമ്മെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മെ അറിയുന്ന ഒരു സ്വർഗം. മറ്റൊരു വാക്യോട്ട് എടുക്കാമോ? അല്ലെ, പുറപ്പാട് പുസ്തകം 14 വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി അറിയുന്ന, നമുക്ക് വേണ്ടി പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും. ഇവിടെ ജനം കിടന്ന് എന്ത് ചെയ്യാണ്? പിറുപിറുക്കുക. ജനം കിടന്ന് എന്തിനാ? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നേ? അവളെ ഭയപ്പെട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് എവിടെ നിൽക്കുക? ചെങ്കടലിന്റെ ഈ മുമ്പിൽ നിൽക്കുക. മോശയോടെ കിടന്ന് പിറുപിറുക്കുക. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഇസ്രായേലിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെയും മോശയെയും എന്ത് ചെയ്യണം? പരിഹസിക്കുക. ഈ സമയത്താണ് ദൈവം പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ മിണ്ടാതിരുന്ന ദൈവമെന്ന്
മിണ്ടാതെ ഇതിന്റെ ദൈവം എന്നെ തിരിച്ചറിയുകയും അല്ല, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. വിളിച്ചു പറ, കർത്താവേ, ഞാൻ സൈലന്റായിട്ട് ഇരിക്കുന്നു. യുദ്ധം ചെയ്യുന്ന ദൈവം കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ, കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ. അത് ചെങ്കടലിന്റെ മുമ്പ് അല്ല, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവമേ. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ പകലത് വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, വചനം കൊണ്ട് ഏറ്റെടുത്ത് സ്തോത്രം പറയുക. വചനം കൊണ്ട് ഏറ്റെടുത്ത് സ്തോത്രം പറയുക. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമേ. എനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല, എനിക്ക് പ്രതിരോധിക്കുവാൻ കഴിയില്ല. യഹോവേ, എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരണമേ. അത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ മറ്റൊരു വാക്യം കൂടെ, സങ്കീർത്തന പുസ്തകം 139 വാക്യം കൂടെ ഒന്ന് വായിക്കും. 39:17. നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമേറിയ, നിന്റെ വിചാരങ്ങൾ എത്ര ഘനമേറിയ. എന്നോട് പക്ഷേ നിന്റെ വിചാരങ്ങൾ, അപ്പൊ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ എനിക്ക് എന്താണ്? വളരെ ഘനമേറിയവ. പിന്നെ ആകെ തുകയും എത്ര വലിയ. നമ്മെ കുറിച്ച് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മറിയെ, നീ പലതിനെ ചൊല്ലി എന്ത് ചെയ്യാണ്? വിചാരപ്പെടുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ കുറിച്ച് എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മെ ഓർക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മെ കുറിച്ച് ചിന്തിക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മെ കുറിച്ച് വിചാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹത്തിന്റെ സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ വന്നാൽ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ പറയാതെ അത് മനസ്സിലാക്കി നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരാൾ വന്നാൽ നിങ്ങൾ അവരെ മറക്കോ? ഒരിക്കലും മറക്കത്തില്ല. ദൈവ സാന്നിധ്യം അങ്ങനെ കേട്ടോ. നമ്മളൊക്കെ ദൈവത്തെ മറക്കാതിരിക്കാൻ കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഭാരങ്ങൾ അറിഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം, നമ്മെ ഉറപ്പിച്ച ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അല്ല, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ എത്ര വലിയവ, അതിന്റെ ആകത്തുകയും നോക്കി. നമ്മെ കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? വിചാരപ്പെടുന്നുണ്ട്. നമ്മൾ വെറുതെ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടണം. നമ്മൾ വെറുതെ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടണം. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പുസ്തകം എടുക്കാമോ? 29 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ വായിക്കുക. നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് ശുഭഭാവി വരുവാൻ ആഗ്രഹിക്കുന്നത്. ശക്തമായിട്ട് ഏറ്റെടുത്തോളാം. ഈ കുടുംബം ആ വചനം ഏറ്റെടുത്തു. ഒരിക്കൽ കൂടെ ഉറച്ചു വായിച്ചാൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് നമ്മെ കുറിച്ച് ദൈവത്തിനൊരു നിരൂപണമുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെ കുറിച്ച് ദൈവം വിചാരിക്കുന്നു. അതിന്നവയെന്ന് ഞാൻ അറിയുന്നു. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ.
അത് എത്ര പേര് വിശ്വസിക്കുന്നു? Praise the Lord. ദൈവത്തിന്റെ അരുളപ്പാടാണ്. Hallelujah. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാനായി തീരുന്നു. അത് അനുഗ്രഹമായി തീരുവാൻ, അത് വിടുതലായി തീരുവാൻ. ഹല്ലേലൂയ. ദൈവ കലകളിലേക്ക് നമ്മെ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ തിന്മയ്ക്കല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. മറന്നു പോകരുത്, ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? നടത്തുന്നത് അറിയുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ മറന്നു പോകരുത്. അല്ല, ദൈവം നമ്മുടെ സങ്കേതം. 65-ാം സങ്കീർത്തനം കൂടെ എടുത്താൽ അതിന്റെ 6-7 വാക്യങ്ങളോട് വായി. 62-ാം സങ്കീർത്തനം 62-ന്റെ 6-7 വാക്യം. അവൻ തന്നെ എന്റെ പാറയും അവൻ എന്റെ പാറയും എന്റെ എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ഒന്ന് വിശ്വസിച്ചാട്ടതൊന്നു. Praise the Lord. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉറപ്പും നമ്മുടെ ധൈര്യവും എല്ലാം ദൈവത്തിലൊന്ന് കൊടുത്താട്ടെ. ഉറച്ചു പറയുക, യഹോവ തന്നെ എന്റെ സങ്കേതം, യഹോവ എന്റെ ഉറപ്പുള്ള പാറ, യഹോവയിൽ ഞാൻ ആശ്രയിക്കുന്നു, മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, യഹോവ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, യഹോവ എനിക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യും. അതേ വചനത്തിന്റെ ശക്തിയോട് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ യഹോവയെ ആശ്രയിക്കുകയാണ്. യഹോവ തന്നെ എന്റെ ദൈവം, യഹോവയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു, യഹോവ എന്റെ പാറ. ആ വാക്യം ഒരിക്കൽ കൂടെ ഉറച്ചു വായിക്കാം. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും എന്റെ ഗോപുരവും തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കൽ വിടുതലുണ്ട്. കേട്ടോ, ദൈവത്തിന്റെ പക്കൽ രക്ഷയുണ്ട്, വിടുതലുണ്ട്, മഹിമയുണ്ട്. എന്റെ രക്ഷയും എന്റെ മഹിമയും എന്റെ വിടുതലും ദൈവത്തിന്റെ കയ്യിലുണ്ട്. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകും. എത്ര പേരും അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ രക്ഷ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ വിടുതൽ ദൈവത്തിന്റെ കയ്യിലാണ്. മനുഷ്യന്റെ കയ്യിലില്ല കേട്ടോ, മനുഷ്യന്റെ കയ്യിലില്ല കേട്ടോ. എന്റെ രക്ഷ ദൈവത്തിന്റെ കയ്യിലാ, എന്റെ മഹിമ ദൈവത്തിന്റെ കയ്യിലാ, എന്റെ ഉയർച്ച ദൈവത്തിന്റെ കയ്യിലാ, എന്റെ നന്മയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. എന്റെ രക്ഷയോ എന്റെ പാറയുമായ ദൈവമേ, ആശ്രയിക്കുന്നു. വിളിച്ചു പറയാൻ കഴിയണം, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങനെക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് ദൈവത്തിലെ അത്ഭുത സാന്നിധ്യം നമ്മുടെ മേൽ പകരം വിടുതലായി കിടക്കുക. കണ്ണുകളെ അടച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകാശം ഭൂമി ഉണ്ടാക്കി ഞങ്ങൾ സ്വർഗീയ പിതാവാം ദൈവമേ, 2024 വർഷം ഡിസംബർ മാസം 14 ബുധനാഴ്ച ദാനം നൽകി കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഞങ്ങളുടെ ആയുധ സ്ഥാനത്ത് ഉള്ളെങ്കിൽ വഹിച്ചല്ലോ, ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, യഹോവ ഈരയ, യഹോവ ശാലമായി, യഹോവ നിശ്ചയമൊക്കെ കർത്താവ് തക്ക സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി വന്ന നിമിഷങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദയക്കായി, ഞങ്ങളുടെ വിശ്വസ്തിക്കായി സ്തോത്രം ചെയ്യുന്നു. കൃത്യമായി തീരുമാനിച്ച് പ്രാർത്ഥിച്ച പ്രകാരമുള്ള താവേ, ഒരാഴ്ചയുടെ താവേ കോട്ടേജ് മീറ്റിംഗ് ഭവനത്തിൽ നടത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാവകാശങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ യേശുക്രിസ്തു നാമത്തിൽ ആത്മീയമായ, ഭൗതികമായ, സാന്തികമായ, ശാരീരികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനായി സ്തോത്രം കർത്താവ് ബലപ്പെടുത്തണമേ. അതാവ് അമ്മയ്ക്കായി സ്തോത്രം കർത്താവ് ഇത്രത്തോളം ഉള്ളെങ്കിൽ വഹിച്ചല്ലോ. അതാവേ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന അങ്ങനെ അനുഭവ പ്രവൃത്തികൾ കഴിഞ്ഞ നാളുകളിൽ അവർക്ക് വേണ്ടി ചെയ്ത് ഓർത്തിന് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്ഷീണിച്ചു പോകാൻ, മടുത്തു പോകാൻ ഇടപെട്ടലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് ആത്മാവെ, അതാവ് ബലം ഏറ്റെടുപ്പാൻ, അതാവ്
കർത്താവെ ഉറച്ചു നിൽപ്പാൻ, കർത്താവെ ഉറച്ചു വീര്യം പ്രവർത്തിപ്പാൻ ദൈവാത്മാവ് ഈ വാർദ്ധക്യത്തിലും അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ കാലത്ത് നിങ്ങൾ കർത്താവെ ഞങ്ങളെ ഉപേക്ഷിക്കാതെ സർവശക്തന്റെ കർത്താവെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അസ്ഥികളെ ബലപ്പെടുത്തി രക്തത്തെ ശുദ്ധീകരിക്കണം, ശൈത്തോരോ അവയും അതിനെ പൂർണ്ണ പ്രവർത്തിച്ച് സഹായിക്കണമേ. അവർ കഴിക്കുകയും കുടിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന അവർക്ക് ശുദ്ധീകരിച്ച് അതാവ് അനുഗ്രഹിച്ച് ആരോഗ്യം ബലവും സൗഖ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവെ ദാസ്യതാവെ പറഞ്ഞ പോലെ സ്തോത്രം. അതാവെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതാവെ ഒരുങ്ങുവാൻ അതേ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് അങ്ങനെ നിത്യ സ്നേഹത്തിനായി സ്തുതിക്കുന്നപ്പ ദൈവസഭയ്ക്ക് വേണ്ടി അതല്ല കർത്തദാസന്മാർക്കൊക്കെ ഒരുക്കത്തോടെ ആയിരിക്കാൻ അതേ കേൾപ്പിച്ചവരെ പറയാ അത് ചില കാര്യങ്ങൾക്ക് അവള് വളരെ ദൈവത്തെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ കലങ്ങിയെങ്കിലും സ്തോത്രം അതേ ദൈവനാമത്തിന് വേണ്ടി ആണല്ലോ ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മക്കൾക്കായി അവരുടെ കുടുംബജീവനങ്ങൾക്കായി സ്തുതിക്കുന്നു. അതാവെ അവർ ഇരുവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകളുടെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന ദൈവപ്രവൃത്തിയെ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. ഒരു ദൈവപ്രവൃത്തി ആ ഭവനത്തിൽ ആ കുടുംബത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന അതിനായി പ്രാർത്ഥിക്കുന്ന ക്ഷേമത്തോടെ 30-ാം തീയതി പോകാൻ കർത്താവ് സഹായിക്കണം. ഇവിടെ അയക്കുന്ന ദിവസങ്ങൾ കർത്തൃത്വത്തോടെ ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ യൗവനക്കാരനാണല്ലോ തന്റെ ഭാവിയിലെ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന അനുഭവം കുഞ്ഞിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യദേശത്തെ രാജ്യത്തവനായിരിക്കുമ്പോൾ അവിടെ അങ്ങേ ആശ്രയിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവ പ്രവൃത്തികൾക്കായി ശ്രദ്ധിക്കുന്നു. മകനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ആ കുടുംബത്തിലും അതാവെ വ്യക്തികളും അങ്ങയുടെ ആത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ ചില പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ആത്മാവിൽ കണ്ട് സന്തോഷിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാവെ വചനത്തിന്റെ വ്യാപ്തി, വചനത്തിന്റെ വ്യാപാരം അതാവെ ദൂരസ്ഥരായിരിക്കുന്ന അവർക്ക് വേണ്ടി കർത്താവ് ചെയ്തിരിക്കുക. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ചില മാറ്റങ്ങൾ, ചില രൂപാന്തരങ്ങൾ പരിശോധന ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. മാതാവിനെ പിതാവിനെ ആ കണ്ണുനീര് അങ്ങ് കാണുന്നതുമാകിയ സ്തോത്രം. ദൈവസഭയുടെ പ്രാർത്ഥന അതേപ്പാ അങ്ങ് തള്ളിക്കളയാത്ത ദൈവമാകിയ സ്തോത്രം. നിങ്ങൾ സഭയായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചല്ലോ, അതിനെ പ്രവർത്തിക്കായി സ്തോത്രം. കഴിഞ്ഞ ആണ്ടുകൾ പ്രാർത്ഥിച്ചത് കഴിഞ്ഞ നാളുകൾ കാത്തിരിപ്പിന്റെ ഒരു അനുഭവം അതേപോലെ തീർപ്പിന്റെ അനുഭവം കർത്താവ് ഈ ദിവസം നൽകാൻ വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും സ്പർശിച്ച് അതാ യഥാസ്ഥാനപ്പെടുത്തി അങ്ങനെ പ്രവർത്തിക്ക് വേണ്ടി അങ്ങനെ വേലയ്ക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനമുള്ള ഒരു കുടുംബമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതാവേ സമയം ഞങ്ങളല്ല പാസ്വത്വം എന്നാൽ അങ്ങ് ചെയ്യും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് കേൾപ്പിച്ച ഒരു ഹല്ലേലൂയ സ്തോത്രം. ആകാശം ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയ ദൈവം അതേപോലെ ഞങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം നിങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. പിശാച് അവരുടെ ശക്തിയോടെ എത്ര പ്രവർത്തിച്ചാലും എത്രത്തോളം താവേ അവനെ മാറ്റി അവൻ കിട്ടിയാലും സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളതാകിയ സ്തോത്രം. സൈന്യങ്ങൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ജയം നിങ്ങൾക്ക് കൃപയോർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മണി അവിടെ രണ്ട് മക്കൾക്കായി സ്തോത്രം. അവരെ ഞങ്ങൾ ഓർക്കുന്ന പ്രാർത്ഥിപ്പാൻ വിഷയം മറന്നെങ്കിലും അതാവേ ആത്മാവ് ഓർപ്പിച്ചതിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആ രണ്ട് മക്കൾക്ക് താവേ ചെറുപ്പക്കാർ രണ്ട് മക്കൾക്ക് അങ്ങനെ ആത്മാവ് താവേ മാനസാന്തം നൽകണമേ. മാനസാന്തം നൽകി അവർ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാക്കി തീർത്ത് മാതാവിനോടൊപ്പം താവിനെ മഹത്വപ്പെടുന്ന അനുഭവങ്ങൾ അവർക്ക് ഒരുമിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മീയമായ സന്തോഷം പ്രാപിപ്പാൻ ജീവന്റെ പുസ്തകത്തിൽ അവർ പേരുകൾ എഴുതപ്പെടുവാൻ കർത്താവ് കണ്ണാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ജീവന്റെ വചനം മറിയ നല്ല അംശം തെരഞ്ഞെടുത്തല്ലോ സ്തോത്രം. അല്ലെങ്കിൽ താവ് ലോകപ്രകാര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും താവ് ലോകത്തിന്റെ ജോലികൾ, ലോകത്തിന്റെ വിദ്യാഭ്യാസം, ലോകത്തിന് മറ്റുള്ള താവ് കെട്ടുപാടുകൾ ഞങ്ങൾ ഒരിക്കലും താവെ തടസ്സം ഞങ്ങളെ ഒരിക്കലും കലക്കുവാൻ ഇടവരുത്തലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കലങ്ങിപ്പോയ അനേക ദൈവമക്കളെ ഞങ്ങൾ അറിയുന്നില്ലപ്പ സ്തോത്രം. എന്നാൽ ഇന്ന് പകർത്താവെ ആ കലക്കത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ അങ്ങ് ശക്തനാകിയ സ്തോത്രം. അങ്ങ് ഇറങ്ങി വന്നല്ലോ ദാസന് നൽകിയ വെളിപ്പാട് പോലെ അതപ്പോ ഇരുട്ടിന്റെ വ്യാപാരം അതാവ് വ്യാപരിക്കുന്നു. എന്നാൽ ശക്തിയോടെ വ്യാപരിച്ചാലും ആത്മശക്തി ഏറ്റെടുത്ത് ആത്മബലം ഏറ്റെടുത്ത് ഈ കുടുംബവും ദൈവസഭയും മുന്നേറുവാൻ താവെ ജയം പ്രഖ്യാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താവേ സ്വന്തദാസും താവേ ദാസിക്കായി സ്വന്തം കുഞ്ഞുങ്ങൾക്കായി കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ നയിപ്പാൻ അങ്ങനെ ആത്മാവ് നൽകിയ നിയോഗത്തിനായി സ്തോത്രം ചെയ്യുന്ന ഇടയ ശുശ്രൂഷ ഇന്നോളം അതാവ് ശക്തമായി വ്യക്തമായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്ന ദൈവസഭ അവരോട് ചേർന്ന് ആത്മീയ യുദ്ധത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് ജയമുണ്ടല്ലോ. ഈ വർഷം കഴിയും മുമ്പേ ചില താവെ പ്രവൃത്തികൾ കണ്ട് അനുഭവിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ എല്ലാ വിഷയങ്ങൾക്കായി അയൽവാസികൾക്കായി അത് മറ്റുള്ള കുടുംബക്കാരും ചാർച്ചക്കാർക്കായി സ്തോത്രം. ആരും നശിപ്പോൻ ഇടപെടുത്തലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. മറന്നിയ വിഷയങ്ങൾക്കായി സ്തുതിക്കുന്നു. പ്രത്യേകമായി കർത്താവിന്റെ വരവ് താമസിച്ചാൽ താവേ മാസം
മാസത്തിലെ അവസാനത്തെ വെള്ളി ശനി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളുള്ള 26-ാം തീയതി 27-ാം തീയതി 28-ാം തീയതി കോൺഫറൻസിനായി സ്തോത്രം. 3 ദിവസത്തെ ആ കോൺഫറൻസ് വലിയ വിജയമായി തീരുവാൻ, വലിയ അനുഗ്രഹമായി തീരുവാൻ, വലിയ വിടുതലായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കായി കർത്തരാസ്മാർക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അധ്വാനിക്കുന്നവർക്കായി, പണം ചെലവാക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവ് ഈ മാസം ചെയ്യുവാൻ ദൈവസഭയായി തീരുമാനിച്ച എല്ലാ കൂട്ടായ്മകൾക്കായി, എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഒന്നിനും മുടക്കമില്ലാതെ ഈ മാസം ചെയ്തെടുപ്പാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച എല്ലാ നല്ല ആളുകൾക്കായി സ്തോത്രം ചെയ്യുന്ന അനുമുമ്പാകെ കീഴ്പ്പെടുവാം. അതേപോലെ ദൈവസ്ഥലം ഈ ദിവസങ്ങൾ അതാവ് മാനുഷ്യമായ ഭാരങ്ങൾ വിട്ട് സഹായിപ്പാൻ അങ്ങ് മാത്രമുള്ളൂ. അതേപോലെ സഹായിപ്പാൻ അങ്ങ് മാത്രം, വിടുവിപ്പാൻ അങ്ങ് മാത്രം ശക്തനാകിയ സ്തോത്രം. അതായത് മാനുഷ്യമായ സഹായങ്ങളെല്ലാം വൃഥാവാകുമ്പോൾ അങ്ങേ മാത്രം ചാരി, അങ്ങേ മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് പകർത്തി ഈ കൂട്ടായ്മ ഒരു കാരണമായി തീർന്നതായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവേണ്ടി ഞാൻ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പിരിയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്ന ക്ഷേമത്തോടെ ഭവനങ്ങളെത്തി അങ്ങ് വീണ്ടും സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി സ്തോത്രം. ദൂരദേശങ്ങൾ രാജ്യങ്ങളായിരിക്കും നിങ്ങളെ അതാവ് കർത്തദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കും. ജോലിക്കാരെ ജോലി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷക്കാരെ വേലയും ശുശ്രൂഷയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. ലോകമെമ്പാടും വിശ്വമാർക്കും ഇസ്രായേൽ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം. അനുഗ്രഹിച്ചനായി സ്തോത്രം. മനസ്സ് അതേപോലെ ഹൃദയം കലങ്ങിപ്പോകാതെ അതാവ് ദൈവത്തിൽ വിശ്വസിപ്പാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ അന്ത്യത്തോളം ഞങ്ങളെല്ലാം സഹായിക്കുന്നവർക്കായി സ്തോത്രം. സൗര്യങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ നമ്മെ ആശീർവദിച്ച് നടത്തേണ്ട പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നമ്മുടെ പേരിൽ നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ പേരിൽ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയന്തൻ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണം. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. അവരുടെ കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി എല്ലാവർക്കും ചായ ഉണ്ട്. ഇത് കഴിച്ചിട്ടേ പോകാവുള്ളൂ.